ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് സീരീസ് ഓഫ് വീഡിയോ ഞങ്ങളുടെ ഫുക്കറ്റ് യാത്രയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു. ട്രിവാൻഡ്രം ടു കുലാലംപൂർ, അവിടെ നിന്ന് ഡയറക്റ്റ് ഫുക്കറ്റായിരുന്നു ഫ്ലൈറ്റ്. അതെ, ഇത് ആക്ച്വലി വേഗൻ്റെ തേർഡ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആക്ച്വലി രാത്രി 1 മണിക്കായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തി. ചെക്കിനൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലോഞ്ചിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന് അവിടെ ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ലോഞ്ചിൽ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. വേദു അപ്പോഴത്തേക്കും ഉണർന്നു. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉറക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തു. ഫുഡ് ഒരു ആവറേജ് ടൈപ്പ് ഫുഡായിരുന്നു. ഭയങ്കര സൂപ്പറാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കൊള്ളായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ റൈസിലെന്തോ 2 ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ, ഫിഷ് കറി അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കുറച്ച് കഴിച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ചിരുന്ന് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഫ്ലൈറ്റിലെല്ലാവരും ബോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ പേരൊക്കെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി. അപ്പോൾ ഈ ടീഷർട്ട് ഞാൻ തായ്ലൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതാണ്, ബാങ്കോക്കിൽ പോയപ്പോൾ. അങ്ങനെ അത് ഇട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഗേറ്റ് 3 പോവായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. എന്നിട്ട് എല്ലാവരും നല്ല സുഖം ഉറക്കമായിരുന്നു. ഞങ്ങൾക്ക് ഫുഡും ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ, ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും നമ്മുടെ മലേഷ്യയിലെത്തി. മലേഷ്യയിലും ഒരു 4 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. മലേഷ്യയിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ട്രാൻസിറ്റ് ആയിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ഞങ്ങൾ അവിടെ ഇറങ്ങി അടുത്ത ടെർമിനലിലോട്ട് പോകാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സമയം എക്സ്ട്രാ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ലോഞ്ചിലും കയറി. അവിടെ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് തന്നെയാണ് കയറിയത് ലോഞ്ചിലേക്ക്. ലോഞ്ചിൽ നല്ല വ്യൂ ആയിരുന്നു. ഫ്ലൈറ്റിൻ്റെയൊക്കെ വ്യൂ കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോയി. ഫുഡ് മോസ്റ്റ്ലി മലേഷ്യൻ ക്വിസീൻ തന്നെയായിരുന്നു. പിന്നെ രാവിലെ അതിൻ്റെ ഒരു കഴിക്കാനൊരു കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും എല്ലാം ടേസ്റ്റ് ചെയ്തു. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെയും ഫുഡ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. നമുക്ക് അവിടെ ആക്ച്വലി 2 hours ആയിരുന്നു ലോഞ്ചിൽ സമയം നമുക്ക്. അപ്പം നമുക്ക് ആ സമയം എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം, അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വെറൈറ്റി ഓഫ് ജ്യൂസും പിന്നെ കോൾഡ് കോഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കോൾഡ് കോഫിയും വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കേൾക്കാൻ പോകുന്നത് ഞങ്ങളുടെ ലൈവ് റെക്കോർഡിംഗ് ആണ്. ഹായ് ഗൈസ്, നമ്മളിതൊരു പുതിയ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ്. എങ്ങനെയുണ്ട്? ഏത് മൈക്കാണ് പറയൂ? ഈ മൈക്കിൻ്റെ പേര് ഗ്രനാറോ S12 Pro. ഹായ് ഗൈസ്, നമ്മളിത് മൈക്കില്ലാതെ പറയാം. അങ്ങനെ ഞങ്ങൾ മൈക്കൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത്. ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ 2 hours അവിടെ കഴിയാറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങി. അപ്പോൾ നമ്മുടെ ലോഞ്ചിൻ്റെ പേര് ട്രാവൽ ക്ലബ് ലോഞ്ച് എന്നാണ്. അവിടെ നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയാൽ നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് കില സാറ്റലൈറ്റ് ബിൽഡിംഗ് ആണ് കോലാലംപൂർ എയർപോർട്ടിൽ. ഇവിടെ കുറേ കടകളുണ്ട്, ഫുഡ് കോർട്ട് പോലെ നമുക്ക് വാങ്ങി കഴിക്കാം.
ഇവിടുത്തെ ലിഫ്റ്റ് കണ്ടോ, ഇവിടെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞങ്ങൾ ഇവിടെയൊക്കെ തേടി, പക്ഷെ കണ്ടില്ല. പിന്നെയാണ് മനസ്സിലാക്കി ഇവിടെയാണ്. മുകളിൽ ഓപ്പൺ ആണ് കണ്ടോ. നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി ഗേറ്റിലേക്ക് പോവാണ്. നമ്മുടെ ഗേറ്റ് H ആണ്. അപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് എല്ലാവർക്കും പോവാം, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് പോകാനുള്ള സമയമില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ നമുക്ക് മലേഷ്യയിൽ കുറച്ച് ലേവറുണ്ട്. അപ്പം ആ സമയം നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിലും വന്ന് വാങ്ങാം. ഷോപ്പ് ചെയ്താൽ ഇങ്ങനെ കൈ ഉറച്ചുണ്ട്. ഡോയറുണ്ട്, ഷെനാലുണ്ട്, എന്തൊക്കെയോ ഉണ്ടാകത്ത്. കൗച്ചുണ്ട്, മൈക്കിൾ കോഴ്സ് ഉണ്ട്. നമ്മൾ HK ട്രെയിൻ കയറി പോകണം. ഇവിടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മുടെ ടെർമിനൽ H8 ആണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇരുന്നോ. ഇതൊക്കെ ഇടണം. വാ ഏതു വാ വാ. ഇവിടെ ഇങ്ങനെ എയർപോർട്ടിൽ നമുക്ക് സ്ട്രോളർ എടുക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ കയറുന്നതിന് മുന്നേ അത് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വേദുവിനെ സ്ട്രോളറിലിരുത്തി ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. മലേഷ്യൻ എയർപോർട്ടിൽ ആക്ച്വലി ഗേറ്റിൻ്റെ അവിടെയാണ് സെക്യൂരിറ്റി ചെക്ക് ഇൻ. അപ്പം നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ അകത്തോട്ട് വിടും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ റെഡിയായി പോവാണ്. ആക്ച്വലി ഒരു 1 hour ഫ്ലൈറ്റ് ആയിരുന്നു. ആൻഡ് ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു സാൻഡ്വിച്ചും പിന്നെ ഒരു ബനാന കേക്കും പിന്നെ കാഷ്യൂ ആയിരുന്നു നമുക്ക് ഫുഡായിട്ട് കിട്ടിയത്. ആക്ച്വലി നല്ല ടേസ്റ്റായിരുന്നു. ക്രാബ് സാൻഡ്വിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇരുന്നപ്പോഴത്തേക്കും ആക്ച്വലി എത്താറായിരുന്നു. Please remain seated until the seatbelt sign is switched off. Be careful when operating the overhead compartment and remember to take all your belongings with you. Thank you for flying Malaysia Airlines, a member of One World Alliance, and we hope you have enjoyed our Malaysia. അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റിലെത്തി. ഫുക്കറ്റിൽ നമ്മൾ നേരെ ഇമിഗ്രേഷൻ്റെ അവിടെയായിരുന്നു, അങ്ങോട്ടാണ് പോയത്. അവിടെ ആക്ച്വലി ഒരു കുറച്ച് വലിയ ക്യൂ ആയിരുന്നു. നമ്മുടെ ഇമിഗ്രേഷൻ ഒരു 15 to 20 minutes അറൗണ്ട് എടുത്തു എല്ലാം കംപ്ലീറ്റ് ആവാൻ. കംപ്ലീറ്റായി നമ്മൾ ഇറങ്ങി ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ടാക്സി ബുക്ക് ചെയ്തു. ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഈ ഗ്രാബ് ടാക്സീസ് വരുന്നത് കുറച്ച് ദൂരെ, കുറച്ച് വേറെ സ്ഥലത്താണ്. അതായത് എയർപോർട്ടിനകത്ത് വരില്ല. നമ്മൾ ആ ഒരു പോയിന്റിൽ പോകണം. എവിടെയാണോ
ഗ്രാബിൻ്റെ പിക്കപ്പ് പോയിൻ്റ് അങ്ങോട്ട് പോകണം. അങ്ങനെ ഞങ്ങളൊരു നീണ്ട 1 hour യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോട്ടലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള വീഡിയോസ് എല്ലാവരും കാണുക. അതിൽ ഞാൻ എവിടെയൊക്കെ പോയി ഞങ്ങളുടെ ഹോട്ടൽ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. ബൈ.